നമസ്തേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിക്കുന്ന പറഞ്ഞത്? വാട്ട്സ്. ഊർജ പ്രവാഹത്തിനെ അളക്കുന്ന അളവുകോലാണ്. എന്താണ് വാട്ട്സ്? ഊർജ പ്രവാഹത്തിനെ അളക്കുന്ന ആ യൂണിറ്റ് അല്ലെങ്കിൽ അളവുകോലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ട്സ് എന്ന് പറയുന്നത്. Is the goalkeeper. Inter Miami. His leg. Leo Messi's first ball in. Neves Suarez. Ramos is the goalkeeper. Inter Miami. His leg. Leo Messi's first ball in. Neves Suarez. ചേട്ടാ, ഈ ജെല്ലെല്ലാം തുറന്നിട്ട് എന്തിനാ AC ഓൺ ചെയ്തിട്ടേക്കുന്നത്? കുവൈറ്റിനെ തറപ്പിക്കാനാണ്. എടാ രാജീവേ മോനെ, എടാ ഇത് കുവൈറ്റാടാ. ഇവിടെ AC ഇല്ലാതെ പറ്റില്ല. ഇതില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ലടാ. എൻ്റെ ചേട്ടാ, ഈ നാടിൻ്റെ എണ്ണശേഖരം ഒരു നാൾ ഇല്ലാതാണ്. ഇവിടെ പച്ചവെള്ളം കളയുന്ന പോലെ ചേട്ടൻ കറണ്ട് കളയുന്നത്. നമ്മുടെ നാട്ടിൽ കറണ്ടിന് എന്ത് വിലയാണെന്ന് അറിയാവോ? നീ ഇത് കേരളത്തിന് വേണ്ടിയാണോ കുവൈറ്റിന് വേണ്ടിയാണോ ഈ ലാഭിക്കുന്നത്? ആരെ കാണിക്കാനാ ഇതൊക്കെ? ഊർജ്ജം എവിടെ ലാഭിച്ചാലും അത് എല്ലായിടത്തും ലാഭിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ എവിടെ ജീവിച്ചാലും അത് നമ്മളെ എല്ലാവരെയും ബാധിക്കും. ഉത്തരവാദിത്വ ബോധമുള്ള പൗരനാകുക എന്നതാണ് പ്രധാനം. ഞങ്ങളുടെ സ്കൂളിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. ഊർജം സംരക്ഷിക്കുന്ന ഭൂമിയെ കുറിച്ച് എന്നാ ഞാൻ വരയ്ക്കേണ്ടത്? അതോ, അത് നമ്മുടെ ഗ്രാമം വരയ്ക്കും മുത്തേ. രാത്രിയിലെ ഗ്രാമം. എടാ എങ്കിൽ നീ ആരീസിനോട് പറഞ്ഞേ സോളാർ പാനൽ വെക്കാൻ പറ. എന്നിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് മിനിഷയ്ക്ക് വിൽക്കാമല്ലോ. എന്തുകൊണ്ട് പറ്റില്ല ചേട്ടാ? നമ്മുടെ കേരളത്തിൽ എത്ര വീടുകളിലാണെന്നറിയോ സോളാർ പാനൽ വെച്ചിരിക്കുന്നത്? അവയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ ഇവിടെ കുവൈറ്റ് ചെയ്തെല്ലാം വിലക്കുറവല്ലേ? നീ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? വിലക്കുറവാണെന്നൊരു സൗജന്യമല്ലല്ലോ ചേട്ടാ. പാഴാക്കുന്നത് പാഴാക്കൽ തന്നെയാണ്. അവർ സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്ക് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ല ഉപകാരമായി. സാദിഖ്, അത് LED. അത് മേ വിഭാജിത് കറണ്ട്. LED. شايف فلوس ما يبي كربا كل شوي كربا ماشي اوكي انا اعطيك فلوس انت بدل هذا كله مكان بدل لا اوكي سوي شكرا ثانك يو صديق اشكرك. പക്ഷേ ഇവിടെ കറണ്ട് തുടങ്ങിയാ ഒന്നുമില്ല ചേട്ടാ, ഞാനൊരു 5 മിനിറ്റത്തേക്ക് മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്താ. ചേട്ടൻ ഇങ്ങോട്ടൊന്ന് വരാമോ? ഞാനൊരു കാര്യം കാണിച്ചു തരാം. കണ്ടോ ചേട്ടാ, കുവൈറ്റിൽ നക്ഷത്രങ്ങളുണ്ട്. അമിതമായി കൃത്യവിളിച്ച് ഉപയോഗിച്ച് നമ്മളവയെ മറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രകൃതി ആസ്വദിക്കാൻ നമ്മൾ മറന്നുപോകുന്നു. നീ പറഞ്ഞ് ശരിയാന്ന് രാജീവേ. ഞാൻ ഇതുവരെ നക്ഷത്രങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ല.